വരാനിരിക്കുന്ന റംസാൻ വിഷു ആഘോഷങ്ങളെ വരവേൽക്കാൻ 10% മുതൽ 40% വരെ ആകർഷകമായ ഓഫറുകളുമായി നിറം ഫാബ് ഒരുങ്ങിക്കഴിഞ്ഞു. റെഡിമെയ്ഡ് വസ്ത്രങ്ങളുടെ അതിവിപുലമായ കളക്ഷൻ, ജെന്റ്സ്, ലേഡീസ് ആൻഡ് കിഡ്സ് വെയറുകളുടെ അതിവിപുലമായ ശേഖരം, വിശാലമായ കാർ പാർക്കിംഗ് സൗകര്യം. ഈ ആഘോഷകാലത്ത് നിങ്ങളുടെ ഷോപ്പിംഗ് കൂടുതൽ സന്തോഷകരമാക്കാൻ ഇന്ന് തന്നെ എത്തിച്ചേരൂ. ചിക്മംഗ്ലൂരുവിൽ നിന്നും വിനോദസഞ്ചാരത്തിനിടെ കാണാതായ മലയാളി പെൺകുട്ടി ശ്രീനന്ദയുടെ മൃതദേഹം 1500 അടി താഴ്ചയിലുള്ള കൊക്കയിൽ നിന്നും കണ്ടെത്തി. ചിക്മംഗ്ലൂരുവിൽ വിനോദസഞ്ചാരത്തിനെത്തിയ പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശി 15-കാരി ശ്രീനന്ദയുടെ മൃതദേഹം കണ്ടെത്തി. 2 ദിവസമായി തുടരുന്ന വ്യാപകമായ തിരച്ചിലിനൊടുവിൽ 1500 അടി താഴ്ചയിലുള്ള കൊക്കയിൽ നിന്നാണ് മൃതദേഹം ലഭിച്ചത്. പാലക്കാട് കടമ്പഴിപ്പുറം സ്വദേശികളായ രമേശ് രോഹിണി ദമ്പതികളുടെ മകളായ ശ്രീനന്ദയെ കഴിഞ്ഞ ചൊവ്വാഴ്ച വൈകിട്ടാണ് കാണാതായത്. 40 പേരടങ്ങുന്ന സംഘത്തോടൊപ്പമാണ് കുട്ടി യാത്ര പോയത്. മകളുടെ മരണത്തിൽ വലിയ ദുരൂഹതയുണ്ടെന്ന് കുടുംബം ആരോപിച്ചു. മാണിക്കര വെള്ളച്ചാട്ടത്തിൽ നിന്ന് നേരിട്ട് അവിടെ നിന്ന് കയറി വന്നു കഴിഞ്ഞാൽ അവിടെ ഒരു പാർക്കിംഗ് ഗ്രൗണ്ട്, അവിടെയാണ് നമ്മൾ വണ്ടി പാർക്ക് ചെയ്തത്. ആ പാർക്കിംഗ് ഗ്രൗണ്ടിന് അപ്പുറത്താണ് ഈ ചെരുവുള്ളത്, ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ചെരുവുള്ളത്. അപ്പോൾ അവിടേക്ക് കുട്ടി പോയിട്ടില്ല. കാരണം ലാസ്റ്റ് കുട്ടി നമ്മൾ കാണാതായത് ഈ സൈഡ് വ്യൂ പോയിന്റിലാണ്. മാണിക്കര വെള്ളച്ചാട്ടത്തിൻ്റെ അവിടെ നമ്മൾ ലാസ്റ്റ് കണ്ടത്. അവിടെ നിന്ന് സ്റ്റെപ്പ് കയറി വന്നത് കുട്ടി ഇപ്പുറത്തെ സൈഡിലോട്ടായിരുന്നു. ആ പാർക്കിങ്ങിൻ്റെ ഇടയ്ക്കുള്ള 100-150 മീറ്ററിൻ്റെ ഈ സൈഡിലാണ് ഈ കുട്ടി വന്നത്. അവിടെ നിന്ന് 10 നമ്മൾ കുട്ടിയെ കാണാതെ നമ്മൾ തിരയുമ്പോൾ കുട്ടിയുടെ അച്ഛനും അമ്മ ബാക്കിയുള്ളവരെല്ലാം ഇപ്പോൾ ബോഡി കിട്ടിയെന്ന് പറയുന്ന ആ ഭാഗത്തേക്ക് നോക്കിയിട്ട് കുറേ പേര് അവിടെ താഴെ ഉണ്ടായിരുന്നു ആ സമയത്ത്. അപ്പോൾ അവിടെ പോയിട്ടില്ല എന്നുള്ള കാര്യം ഷുവറാണ്. അപ്പോൾ ഒരു ദുരൂഹത ഉണ്ടായിരുന്നു. വിശദമായിട്ടുള്ള അന്വേഷണം വേണം. അപ്പോൾ കുട്ടി വെള്ളച്ചാട്ടം കണ്ട് തിരിച്ചു വന്ന ആ ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അത് ടിക്കറ്റ് കൗണ്ടർ വരെ എത്തി. പിന്നെ അതിനുശേഷം പോലീസ് ഡോഗ് വന്നപ്പോൾ അവിടെ നിന്ന് ലെഫ്റ്റ് കയറിയിട്ട് ഷോപ്പിൻ്റെ അടുത്ത് വരെയാണ്. നേരത്തെ തിരച്ചിൽ നടത്തിയ സ്ഥലത്ത് തന്നെ മൃതദേഹം പിന്നീട് കണ്ടെത്തിയത് സംശയകരമാണെന്നും മൃതദേഹത്തിന് പഴക്കമില്ലെന്നും ബന്ധുക്കൾ പറഞ്ഞു. കുട്ടിയെ തട്ടിക്കൊണ്ടുപോയതാകാമെന്ന് ആരോപിച്ച് മാതാപിതാക്കൾ നേരത്തെ പോലീസിൽ മൊഴി നൽകിയിരുന്നു. തെർമൽ ഡ്രോണുകൾ ഉൾപ്പെടെ ഉപയോഗിച്ച് നടത്തിയ തിരച്ചിലിനൊടുവിലാണ് നാടിനെ നടുക്കിയ വാർത്ത പുറത്തുവന്നത്. ന്യൂസ് ഡെസ്ക് CCV.